Hello guys, how are you? How are you all? Happy Saturday, guys. Today um, I come here. This is Motornet place. This is near to Nolohoya because I'm just want to wash my car today. This is self-service system here. I will show you everything, everything here. How to use, how to wash your car and everything. All kind of guides, guys. Okay, we'll see you there. Uh, with a car wash place. Okay. എല്ലാവർക്കും ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കാർ വാഷ് ചെയ്യുന്നൊരു പ്ലേസ് ആണ്. ലഹോയ എന്നാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇവിടെ നാട്ടിലെ പോലെ കാറൊന്നും വാഷ് ചെയ്യാൻ, പുറത്തൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഓൾ അലൗഡ് ടു വാഷ് ഔട്ട്സൈഡ് ദ സ്ട്രീറ്റ് ആൻഡ് യുവർ പ്ലേസ്. If you have a private property, then you can wash the car in your home, in your yard. But in Finland, this is a law here. We cannot use out the street and river water and all of this. This is rules here in Finland. Okay, guys, I will show you everything. Just a moment. Okay, please subscribe and watch and like and share, guys. Okay, bye. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനാണത്. ഇപ്പോൾ ഞാൻ വണ്ടി അതിലേക്ക് പ്രവേശിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ പാട്ടയിലാണ്. അപ്പോൾ ഞാനതിലേക്ക് വണ്ടി കയറ്റി നിർത്തി. ഇന്നിപ്പോൾ റഷ് കുറവാണ്, ആൾക്കാർ വളരെ കുറവാണ്. പല ദിവസങ്ങളിലും പല പോലത്തെയാണ് ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ചില സമയത്ത് ഭയങ്കര റഷായിരിക്കും. അപ്പോൾ നമ്മൾ വേഗം ചെയ്യണം. ഇതിപ്പോൾ അതിൻ്റെ മെഷീൻ്റെ അടുത്തെത്തി. മെഷീനിൽ സിസ്റ്റം നമ്മൾ നോക്കണം. അതൊക്കെ ഓരോ മൂഡുകളാണ്. നമ്മളതിൽ സെലക്ട് ചെയ്ത് നമ്മുടെ മൂഡ് സെലക്ട് ചെയ്തിട്ട് കോയിൻ അതിൽ നിക്ഷേപിക്കുക. കോയിൻ നിക്ഷേപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോയിൻ ഇട്ടതിന് ശേഷം ഒന്ന് ഒരു പ്രസ് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ, എന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഈ കോയിൻ കിട്ടുന്നത് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നതായിരിക്കും. കോയിൻ മീൻസ് €1 €2 കോയിൻ അല്ല, അതിന് വേറെ ടൈപ്പ് കോയിനാണ്. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും നിങ്ങൾക്ക് കഴിയുന്നവരെ യൂസ് ചെയ്യാം. 3 മിനിറ്റാണ് ഒരു കോയിൻ്റെ സമയം. അപ്പോൾ ഒരു കോയിൻ എടുത്ത് 3 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ്, പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കോയിൻ ഇടണം. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയാണ് മൂഡ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പടം കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോന്നിനും വാഷ് ചെയ്യണത്. അതേപോലെ ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മൊബൈലിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവുന്നതാണ്, ഈസിയാണ്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കോയിൻ ഇടേണ്ടത്. ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റോപ്പിൽ നിന്നും ബട്ടൺ മാറ്റി നമ്മുടെ മൂഡിലേക്ക് ഇട്ടതിന് ശേഷം ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഗണ്ണിടുക. ആ ഗണ്ണിൽ ഇതുണ്ടാവും. ഇതാണ് കോയിൻ, കണ്ടോ? ഇതാണ് കോയിൻ. ആ കോയിൻ അതിൽ നിക്ഷേപിക്കുക. നമ്മുടെ കയ്യിൽ വയ്ക്കാം കോയിൻ. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കൂടുതൽ കോയിൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ വാങ്ങിച്ച കോയിൻസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് പിന്നെ യൂസ് ചെയ്യാം, പിന്നീട് അല്ലെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടി ഇപ്പോൾ ഇനി ഇത് സോപ്പിൻ്റെ ഇതാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സോപ്പിൻ്റെ അത് സെലക്ട് ചെയ്തിട്ട് സോപ്പ് കൂടി വരുന്ന സാധനമാണ് സെലക്ട് ചെയ്തതാണ്. ഗണ്ണാണ് സെലക്ട് ചെയ്തതാണ്. അത് സോപ്പിൻ്റെ അത് കഴിഞ്ഞു. വണ്ടി ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. ഒരുവിധം ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ക്ലീനിങ്, ബ്രഷും ഇതും അടക്കമുള്ളൊരു ക്ലീനിങ് ആണ് അത് നമുക്ക് വണ്ടി ബ്രഷും അതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളവും വരുന്നുണ്ട്, സോപ്പും വരുന്നുണ്ട്, മിക്സായിട്ടാണ് വരുന്നത്. അതിൽ ഓരോ മൂഡുകളുണ്ട്. ആ മൂഡുകൾ ചേഞ്ച് ചെയ്ത് നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസിയാണ് സിസ്റ്റം, വളരെ സിമ്പിളാണ്. 3 മിനിറ്റാണ് ഒരു കോയിനുള്ള ടൈം. ആ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ ഇപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. 3 മിനിറ്റ് നമ്മൾ വിചാരിക്കും പോലെയല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ കാർ വാഷ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വെറും €4 കൊണ്ട് നമുക്ക് സോപ്പും അല്ലാതും വാഷ് ചെയ്ത് വെള്ളവും വാട്ടറും ഡ്രൈയും ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. വെറും രണ്ട് കോയിൻസ് കൊണ്ട്, അതായത് 3 6 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ സ്പീഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 6 മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പുറത്ത് ഓട്ടോമാറ്റിക് മെഷീനൊക്കെ €15 €20 €30 ഒക്കെ കൊടുക്കണം. ഇപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരം ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ട് എല്ലാവരും നോക്കിയിട്ട് എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യുക, നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് വളരെ നല്ല ഒരു സൗകര്യമായിട്ട് തോന്നി, വളരെ ഈസി ആയിട്ട് തോന്നി, നല്ല സന്തോഷം തോന്നി. കാരണം ഇതിങ്ങനെ വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം, സ്വന്തമായിട്ട് വാഷ് ചെയ്യാനായിട്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇവിടെ. വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. അതേപോലെ ഞാനൊരു വാക്വം ക്ലീനറും പിടിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കാർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. പിന്നെ കാരണം വാക്വം ക്ലീനറും അല്ലാതും ക്ലീൻ ചെയ്യണ ആ പ്ലേസ് വേറെയാണ്, തൊട്ടപ്പുറത്തൊരു കോർണർ പോയിന്റിലാണ് ഉള്ളത്. അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് അടിയിലൊക്കെ ബോട്ടം സൈഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, പ്രഷറുള്ള വാട്ടറാണ്. ഇതിലും പ്രഷർ നമുക്ക് ഇടാൻ പറ്റും. ഞാനിപ്പോൾ മീഡിയം പ്രഷർ ഇട്ടിട്ടുള്ളൂ, കാരണം അതിൻ്റെ പെയിൻറ്റ് ഇതൊക്കെ ഇളകിപ്പോവും. പഴയ വണ്ടിയാണ് ഒന്നാമത്തേൽ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, പ്ലാസ്റ്റിക്കൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് പ്രഷറാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക, എല്ലാവരും വരിക, എല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഇതിലും ഇനിയും നല്ല കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്. ഓക്കെ, താങ്ക് യു.